അവിടുന്നല്ല പരിശുദ്ധ ദൈവം, അവിടുന്നല്ല സർവജ്ഞനാം ഗുരുവും, അവിടുന്നല്ല സൃഷ്ടാവിലുളവായതും, അവിടുന്നല്ല സകലത്തിൽ സകലവും. കർത്താവേ പരിശുദ്ധനാം ക്രിസ്തു യേശുവേ, വാഴ്ത്തിടുന്നേ അങ്ങേ പുകഴ്ത്തിടുമേ എൻ ജീവകാലമെല്ലാം. ഹല്ലേലൂയ, വാഴ്ത്തിടുന്നേ അങ്ങേ പുകഴ്ത്തിടുമേ എൻ ജീവകാലമെല്ലാം. സ്വർഗത്തിലെ ദൈവം നൽകിയ രക്ഷകൻ ഭൂമിയിലെ സാധുക്കളോടൊത്തിരുന്നു. സ്വർഗത്തിലെ ദൈവം നൽകിയ രക്ഷകൻ ഭൂമിയിലെ സാധുക്കളോടൊത്തിരുന്നു. പീഡിതർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ഉപദേശവുമായി ദൈവപുത്രൻ. പീഡിതർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ഉപദേശവുമായി ദൈവപുത്രൻ. കർത്താവേ പരിശുദ്ധനാം ക്രിസ്തു യേശുവേ, വാഴ്ത്തിടുന്നേ അങ്ങേ പുകഴ്ത്തിടുമേ എൻ ജീവകാലമെല്ലാം. മോശിപ്പിച്ചുള്ള സർപ്പത്തെ ഉയർത്തി വിഷമേറ്റവർക്ക് ജീവൻ ലഭിച്ചതുപോലെ, മോശിപ്പിച്ചുള്ള സർപ്പത്തെ ഉയർത്തി വിഷമേറ്റവർക്ക് ജീവൻ ലഭിച്ചതുപോലെ, പാപത്തിൻ വിടുതൽ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽപ്പിനാൽ ജീവിക്കും. പാപത്തിൻ വിടുതൽ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽപ്പിനാൽ ജീവിക്കും. കർത്താവേ പരിശുദ്ധനാം ക്രിസ്തു യേശുവേ, വാഴ്ത്തിടുന്നേ അങ്ങേ പുകഴ്ത്തിടുമേ എൻ ജീവകാലമെല്ലാം. ഹല്ലേലൂയ, വാഴ്ത്തിടുന്നേ അങ്ങേ പുകഴ്ത്തിടുമേ എൻ ജീവകാലമെല്ലാം. ഭൂമിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെ? ഭൂമിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെ? സ്വർഗീയ ഉപദേശങ്ങളാം വചനം അനുഭവിച്ചറിഞ്ഞിടും നിങ്ങൾ. സ്വർഗീയ ഉപദേശങ്ങളാം വചനം അനുഭവിച്ചറിഞ്ഞിടും നിങ്ങൾ. കർത്താവേ പരിശുദ്ധനാം ക്രിസ്തു യേശുവേ, വാഴ്ത്തിടുന്നേ അങ്ങേ പുകഴ്ത്തിടുന്നേ എൻ ജീവകാലമെല്ലാം. ഹല്ലേലൂയ, വാഴ്ത്തിടുന്നേ അങ്ങേ പുകഴ്ത്തിടുന്നേ എൻ ജീവകാലമെല്ലാം. യേശു കർത്താവുമുള്ള ആ രാത്രിയിലെ സംഭാഷണം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു അല്ലേ? ഇപ്പോൾ യേശു കർത്താവിനോട് നിക്കോദെമോസ് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? അപ്പം കർത്താവ് പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സാക്ഷി നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശെ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, പിന്നെയോ അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവൻ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും
മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനോ വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് ദൈവത്തിങ്കിലേക്ക് വരുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു നിക്കോദേമോസിനോട് അനേക കാര്യങ്ങൾ ആ രാത്രിയിൽ പറഞ്ഞു കൊടുത്തു. തൻ്റെ അടുക്കൽ വന്നവർ ആരും ലജ്ജിതരായിട്ടില്ല. തൻ്റെ വചനം അറിയാനായിട്ട് വന്ന നിക്കോദേമോസിന് വളരെ വ്യക്തമായും സത്യമായും കർത്താവ് സംസാരിച്ചു. മറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ, വരാനിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, അനേകം മർമ്മങ്ങൾ കർത്താവ് നിക്കോദേമോസിനോട് പറയുകയുണ്ടായി, വെളിപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ വളരെ സംതൃപ്തനായി സന്തോഷത്തോടു കൂടിയാണ് നിക്കോദേമോസ് അവിടുന്ന് മടങ്ങുന്നത്. ഇന്നത്തെ നമ്മുടെ വാക്യം യോഹന്നാൻ 3:17. ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. യോഹന്നാൻ 3:17. കർത്താവേ പരിശുദ്ധനാ ക്രിസ്തു യേശുവേ, വാഴ്ത്തിടുന്നേ അങ്ങേ പുകഴ്ത്തിടുമേ എൻ ജീവകാലമെല്ലാം. ഹല്ലേലൂയ, വാഴ്ത്തിടുമേ അങ്ങേ പുകഴ്ത്തിടുമേ എൻ ജീവകാലമെല്ലാം.